ഈ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാജ്യം ഫിൻലൻഡാണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് തുടർച്ചയിൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഫസ്റ്റ് റാങ്കാണ് ഫിൻലൻഡിന്. എന്തുകൊണ്ടാണ് ഈ രാജ്യത്തിന് ഇത്രമേൽ സന്തോഷം? കഴിഞ്ഞ ദിവസം മലയാള മനോരമ പത്രത്തിലെ എഡിറ്റോറിയൽ പേജിൽ സന്തോഷത്തിൻ്റെ രഹസ്യങ്ങളെന്ന് പറഞ്ഞിട്ടൊരു ലേഖനം ഉണ്ടായിരുന്നു. ഫിൻലൻഡിൽ കഴിഞ്ഞ 16 വർഷമായിട്ട് താമസിക്കുന്ന ഒരു മലയാളി നവമി ഷാജഹാൻ IT എഞ്ചിനീയറാണ്. അവരൊരു ലേഖനം എഴുതിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇത്ര സന്തോഷം ഫിൻലൻഡിൽ എന്ന് പറഞ്ഞിട്ട്. അവർ പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ പ്രകൃതി തന്നെയാണ്. ആ രാജ്യത്തിലെ 70% വനമാണ്. 1,80,000 തടാകങ്ങളുണ്ട്. 41 നാഷണൽ പാർക്കുകളുണ്ട്. അവിടെ ആർക്കും സൗജന്യമായിട്ട് പ്രവേശിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് അവർ പറയുന്നത് അവിടെയുള്ള ആൾക്കാർ നിയമങ്ങൾ പാലിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്ന ആൾക്കാരാണ്. സൈക്കിൾ ഓടിക്കുമ്പോൾ പോലും ഒരു ഹെൽമെറ്റ് വെച്ചിട്ട് പോകും. അതപ്പുറത്ത് പോലീസ് പിടിക്കുമെന്നും പേടിച്ചിട്ടൊന്നുമല്ല, അവരുടെ സുരക്ഷയെ കരുതി, മറ്റുള്ളവരുടെ സുരക്ഷയെ കരുതി അവർ ഹെൽമെറ്റ് ധരിക്കും. മറ്റു ട്രാഫിക് നിയമങ്ങളും പാലിക്കും. അപ്പോൾ ചെറിയ ചെറിയ നിയമങ്ങൾ പാലിച്ചിട്ട് ഒരു രാജ്യം സന്തോഷത്തിൻ്റെ നിറകിലെത്തി നിൽക്കുകയാണ്. എൻ്റെ ഗോസ്പലിൽ ഈശോ പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനങ്ങൾ പാലിക്കും. അപ്പം നമ്മൾ നിയമങ്ങൾ പാലിക്കേണ്ടത് ഔട്ട് ഓഫ് ഫിയർ അല്ല, ഔട്ട് ഓഫ് ലവ് ആണ്. അപ്പോൾ ദൈവം നമ്മളിൽ വന്ന് വസിക്കും. അത് ഫാമിലിയായിട്ട് വന്ന് വസിക്കും എന്ന് പറയാം. ദൈവത്തിൻ്റെ മറ്റൊരു പേരാണല്ലോ സന്തോഷം. ഇപ്പം നമുക്ക് സന്തോഷം ഉണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഇടങ്ങളിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമ്മൾ കൽപ്പനകൾ പാലിക്കണം, നമ്മൾ നിയമങ്ങൾ പാലിക്കണം. നമ്മൾ ദേശസ്നേഹം കാണിക്കേണ്ടതേ ഓഗസ്റ്റ് 15 നമ്മുടെ DPയിൽ ദേശീയ പതാക ചേർത്തല്ല, നമ്മുടെ സംസ്കാരത്തിൽ സ്നേഹം ചേർക്കണം.